എന്തോന്ന്? ഇന്ന് ഈ വീടിന്റെ ജപ്തിയാണെന്ന്. പേടിപ്പിക്കല്ലേ. ജപ്തി എന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആദ്യം പത്രത്തിൽ കൊടുക്കണം, പിന്നെ നോട്ടീസ് ഒട്ടിക്കണം. ഇതിന് ശേഷം മാത്രമേ ഉള്ളൂ ജപ്തി. ആര് പറഞ്ഞ്? പത്രത്തിൽ പരസ്യവും കൊടുത്ത് നോട്ടീസ് ആരും ഇവിടെ കൊണ്ട് ഒട്ടിക്കുകയും ചെയ്ത്. ആര് കണ്ട്? ഞാൻ കണ്ട്. ഞാനത് കാണുകയും ചെയ്ത് അതുപോലെ ചീറി കളയുകയും ചെയ്തു. എടാ മഹാഭാവി, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? സർക്കാരിന്റെ കാര്യം മുറ പോലെ നടക്കൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കൊല്ലുമാൻ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കൊല്ലുമാൻ. ചുങ്ക ജ്വല്ലറി 5 minutes 1 star. ചുങ്ക ജ്വല്ലറി 5 minutes 1 സ്റ്റാറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടീം ഇന്ദ്രജാലത്തിന്റെ നുറുങ്ങുകളാണ് നമ്മൾ ആസ്വദിച്ചത്. രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒരു ഇലക്ട്രിസിറ്റി ഓഫീസ് അല്ലേ? ഓക്കെ, എല്ലാവരും നന്നായിരുന്നു. നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. പൊന്നൂസ് സ്കിറ്റ് കൊള്ളായിരുന്നു. കുറച്ചുകൂടെ കോമഡി ഉണ്ടായിരുന്നെങ്കിൽ അതിഗംഭീരമായേനെ. നന്നായിരുന്നു. കറണ്ട് ഇന്നത്തെ വിഷയം എന്ത് ബില്ലല്ലേ ഇപ്പോൾ വരുന്നത്. ഇവരിത് അവതരിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് കഴിഞ്ഞ മാസം വന്ന ബില്ല്, അതിൻ്റെ പിന്നത്തെ വന്ന മാസത്തെ ബില്ലൊക്കെ ആലോചിക്കുമായിരുന്നു ഞാനപ്പോൾ. ഭയങ്കര കറണ്ട് ബില്ലല്ലേ, എക്സ്ട്രാ ചാർജൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം. സ്മിതയും നന്ദു നന്നായിരുന്നു. പിന്നെന്താ കൂടുതൽ പറയണമെങ്കിൽ നിങ്ങളെന്തെങ്കിലും നന്നായി ചെയ്താലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കുഴപ്പമില്ലെന്നേ, ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരാം. ഇനിയും കിടക്കുമല്ലേ എപ്പിസോഡ് വിളിക്കണം ധാരാളം. അപ്പം ഇതിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ. നല്ല കോമഡികൾ നിങ്ങൾ ഉണ്ടായി, നല്ല സ്കിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ കേട്ടോ. വിഷമിക്കേണ്ട. അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് ഇതിൻ്റെ ക്ഷീണം തീർക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രസാദ് ഏട്ടാ. സജീവ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഓവർസിയർ, നല്ല ലൈഫോട് കൂടിയുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ സർക്കാർ ഓഫീസുകളെന്ന് പറയുമ്പോൾ ഒരുപാട് ഹ്യൂമറിനുള്ള സാധ്യതകളുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ KSEB, പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമർ ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾ അത്രയൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പുതുമ നിറഞ്ഞതെന്ന് പറയാനില്ല. പക്ഷെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഒരാൾ കറണ്ടില്ല, അരമണിക്കൂർ കട്ടെന്ന് പറഞ്ഞപ്പോൾ അതല്ല, അരമണിക്കൂറെ കിട്ടൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷന് നല്ലൊരു ഹ്യൂമറായിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥിരമുണ്ടല്ലോ ലൈൻമാൻമാരുടെ ധാർഷ്ട്യവും അവരുടെ പറഞ്ഞാൽ കേൾക്കാത്തത്, അതൊക്കെ നമ്മൾ സാധാരണ ലൈഫിൽ ഹ്യൂമർ അല്ലെങ്കിൽ പോലും ഒരു നല്ല സറ്റയറാണത്, ഒരു ആക്ഷേപഹാസ്യമാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ തൂപ്പുകാരി വരുമ്പോഴുള്ള തൂപ്പുകാരിനെ അടിച്ച് ഇങ്ങനെ തുപ്പാരിനെ സഹായിക്കാൻ വേണ്ടി ചൂലെടുത്ത് ഇങ്ങനെ അടിക്കുന്നത്, ആ സമയത്ത് കണ്ടുകൊണ്ട് വരുന്നത്, അവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുവരായിരുന്നു. നല്ല സന്ദർഭങ്ങളായിരുന്നു അത്. നല്ല ഹ്യൂമർ ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സന്ദർഭങ്ങളായിരുന്നു. കുറച്ചുകൂടെയൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യും, കുറച്ചുകൂടെ ടൈമിങ്ങും കുറച്ചുകൂടെ ആക്ഷൻസും ഒക്കെ അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഏതായാലും മറ്റേ പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കല്യാണം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ലൈനും കട്ടായി എന്ന് പറഞ്ഞു. അതൊന്നും കുറച്ചുകൂടെ പവറിൽ പറയാമായിരുന്നു. അത് ക്ലിയറായില്ല, ക്ലാരിറ്റി വന്നില്ല. എനിക്ക് നല്ല കൗണ്ടറായിരുന്നു ശരിക്കും. കാരണം ലൈൻമാനായ ഈ KSEB ആയതുകൊണ്ട് ശരിക്കും പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് തന്നെയായിരുന്നു ആ ലൈനും കട്ടായി എന്ന് പറഞ്ഞത്. അതത്ര പവർഫുള്ളായില്ല. എന്നാൽ നിങ്ങൾ തിരക്കേടില്ലാതെ ചെയ്തു. ക്ലൈമാക്സ് കുറച്ചുകൂടെയൊക്കെ പവർഫുള്ളാക്കി അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റായിട്ട് വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നാഷിക. സ്കിറ്റിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉള്ളവർ നന്നായിട്ട് വേറെ പെർഫോമൻസ് എന്തൊക്കെ ഉള്ളത്? ആരെങ്കിലും വേറെ നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് എന്തൊക്കെ? സ്റ്റാർ ഇമിറ്റേഷൻ. നരേന്ദ്രപ്രസാദ് ഏട്ടൻ. നരേന്ദ്രപ്രസാദിൻ്റെ വോയിസ് ചെയ്യും. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിൽ പൂഴിമണ്ണെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, കനമംഗലത്തിന്റെ നാശം അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുക. ആയുഷ്മാൻ ഭവ. അടിപൊളി. ഈ ശരീരത്തിൽ നിന്നും ഇത്ര ഗംഭീരമായിട്ടുള്ള ശാരീരം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതെ, ലുക്കില്ലെങ്കിലും ഒടുക്കത്തെ ബുദ്ധിയേട്ടാ. ഈ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ശബ്ദം ചെയ്തത് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ച് തന്നതിലൊരു പാടുണ്ട്. അതായത് ഞാനൊക്കെ ഒരു ഫങ്ഷന് ഇന്നസെൻ്റ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഞാൻ നമ്മുടെ എറണാകുളത്ത് ഒരു ചെറിയ ആ ഹോട്ടലിൽ ഇന്നസെൻ്റ് ഏട്ടനെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ലൊക്കേഷനിലേക്ക് ഒരു ഇനാഗ്രേഷന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നൊന്നും നമ്മൾ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയം, കുറേ വർഷം മുമ്പ്.
അപ്പം ഇന്നസെൻ്റ് ഏട്ടനെ കാണാൻ വേണ്ടി അപ്പോൾ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്നസെൻ്റ് ഏട്ടൻ പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബസ്സിൽ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് ഉദയ സ്റ്റുഡിയോയിൽ പോയി ഇന്നസെൻ്റ് ഏട്ടനെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രസാദ് സാറ് ആ സിനിമയുടെ ഇതിനു വേണ്ടി ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറുന്നു. പ്രസാദ് സാർ എവിടെയോ ഇവിടെ നമ്മുടെ കേളി മാവേലിക്കര കേളി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, മിമിക്രി. ആ ഒരു സ്റ്റേജിൽ കണ്ടിട്ടുള്ള ഓർമ്മ ഒന്നും അത് മാത്രമേ ഉള്ളൂ സാറിന്. പക്ഷെ സാറ് തിരിച്ചറിഞ്ഞിട്ട് സാർ എൻ്റെ അടുത്തൊന്ന് എവിടെ പോകാൻ ഞാൻ പറഞ്ഞിങ്ങനെ ആലപ്പുഴ സ്റ്റുഡിയോയിൽ ഞാൻ അങ്ങോട്ടാ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല സാറേ ഞാൻ വന്നോളാം, താൻ കയറുമോ, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അങ്ങനെ എൻ്റെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്നു പറഞ്ഞിട്ട് പിടിച്ച് സാറിൻ്റെ കൂടെ ഇരുത്തി യാത്ര ചെയ്തിട്ട് സാറ് ആലപ്പുഴ സ്റ്റുഡിയോ വരെ കൊണ്ടുപോയി. ഒരു പരിചയമില്ലാത്ത നമ്മളെ സ്റ്റേജിൽ വെറുതെ എപ്പോഴോ കണ്ട് കലാകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് കാണിച്ച ആ വലിയ മനുഷ്യനാണ്. പ്രസാദ് സാറിൻ്റെ ശബ്ദം എടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം, നമ്മുടെ സജീവിൻ്റെ മുഖത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സജീവിൻ്റെ മേക്കപ്പിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കണ്ണ്, മൂക്ക്, നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു മീശ ഒട്ടിച്ചാൽ, താടി ഒട്ടിച്ചാൽ, നിങ്ങൾ ഈ അമ്പിളിച്ചേട്ടനുണ്ട്, ജഗതി ചേട്ടൻ അങ്ങനെയുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏത് മീശ ഒട്ടിച്ചാലും പലതരത്തിലുള്ള പെട്ടെന്ന് കഥാപാത്രങ്ങളെ മാറ്റാനായിട്ടുള്ള മുഖം മാറാനായിട്ട് അതുപോലത്തെ ഒരു സാധ്യതയുള്ള മുഖമാണ്. നിങ്ങൾ മറ്റുള്ളവർ മോശമൊന്നുമല്ല പറഞ്ഞത്, ഞാൻ പെട്ടെന്നൊരു കണ്ടുവിൻ്റെ പേരിലാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ ഓവർസിയർ ചെയ്തപ്പോഴും സാധാരണ ഇതിന് മുമ്പ് വന്നൊരു കഥാപാത്രം ചെയ്തപ്പോഴൊക്കെ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള മുഖം, ഈ ചെറിയ മേക്കപ്പ് മാത്രമേ സജീവ് യൂസ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സജീവിന് ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യും. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് മാർക്കിലേക്ക് എടുക്കാം അല്ലേ? അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായമാണ്. ബാക്കി സ്കിറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. 23. 23 on 30. പ്രസാദ് ഏട്ടാ? ഞാനും 23. 23-30. പൊന്നൂസ്? ഞാനും 23. 23-30. ടോട്ടൽ 69 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-ൽ 6 മാർക്ക്. ടോട്ടൽ 75 on 100. ഓക്കെ, അപ്പോൾ നന്നായിരുന്നു. സ്റ്റാർ ഇമിറ്റേഷനൊക്കെ ഞങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ഇനിയും കൂടുതൽ ചിരിപ്പിക്കണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യോ, സമയം തീർന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി. അപ്പോൾ ബാക്കി ചിരി നമുക്ക് അടുത്ത ദിവസം ചിരിക്കാം കേട്ടോ. ചുങ്ക ജ്വല്ലറി 5 minutes 1 സ്റ്റാറിൽ എല്ലാവർക്കും ഗുഡ് ബൈ. മീൻ മേടിക്കാൻ പോയി അമ്മയെ പട്ടി കടിച്ചു. ഓഹോ, എന്നിട്ട് പട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ ഏട്ടാ? പട്ടിക്ക് പറ്റിയോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ അമ്മ നാരായണേട്ടന്റെ കടയിൽ നിന്ന് നല്ല പറ്റിയിട്ടുണ്ട്. ലൈസൻസ് കൊടുക്കുന്ന ഇവിടാണ്. ഒരു 5 ലൈസൻസ് എടുത്തേ പോട്ടെ, സമയമില്ല. ഇതെന്തിന്റെ സിഗ്നലാണ്? ഇത് ചെയ്തവനെ സമ്മതിക്കണം. സമൂസപുറത്തൂടെ ഒരാൾ കാർ കിട്ടുമല്ലേ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ചോട്ടിൽ മുട്ടോളം വെള്ളത്തിൽ സാധകം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വെള്ളം കുടിച്ചാ മരിച്ചത്. മുട്ടറ്റം വെള്ളത്തിൽ നിന്നാൽ എങ്ങനെ വെള്ളം കുടിച്ചു ചാവും? ജലനിരപ്പ് ഉയർന്നെന്നും പറഞ്ഞ് കാലന്മാര് ഡാമിന്റെ ഷട്ടർ തുറന്നു വിട്ടു. അങ്ങനെ പക്കാല പാടാൻ നിന്ന എന്റെ ചാക്കാല നടത്തുവാ വീട്ടുകാർ. തനിക്ക് എല്ലാ വണ്ടി ഓടിക്കാൻ അറിയാം? എനിക്ക് എല്ലാ വണ്ടി ഓടിക്കാൻ അറിയാം. അത്യാവശ്യം ബൈക്ക് ഓടിക്കും, അത്യാവശ്യം ഓട്ടോ ഓടിക്കും, അത്യാവശ്യം കാർ ഓടിക്കും, അത്യാവശ്യം ലോറി ഓടിക്കും. ആർക്കാ ഇത്ര അത്യാവശ്യം? എന്റെ അത്യാവശ്യത്തിന് ഓടിക്കും. ഒരു ദിവസം നിന്നെയും ആ ദിഗംബരാസുരനെയും എന്റെ കുളിമുറിക്കകത്തിട്ട് ഞാൻ പോക്കും. അനാവശ്യം പറയരുത്. ഇവിടുള്ള അസുരന്മാരെ എല്ലാം എന്റെ സഹോദരന്മാരെ പോലെ ഞാൻ കാണുന്നത്. എന്നിട്ട് ഈ സഹോദരന്മാരെന്താടി എന്നെ കാണുമ്പോ വാഴപ്പണ വഴി എടുത്തിയാടി ഓടണതാ. 40 മൂടി ഏത്തം വാഴത്തയ്യാണ് അവന്മാര് ചവിട്ടി വെച്ചിട്ട് ഓടിയത്. കോസ്റ്റ്യൂം കട്സി നാദിർ ഷാ, കിടു, പാളയം, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കട്സി സുബി സുരേഷ്, മച്ച് മോർ, ഓർബ്രിഡ്ജ് ജംഗ്ഷൻ, തിരുവനന്തപുരം. കോസ്റ്റ്യൂം കട്സി KS പ്രസാദ്, കിടു, പാളയം, ട്രിവാൻഡ്രം.